ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിൽ പ്രധാനമായും എഴുതാൻ സാധിക്കുന്ന മത്സര പരീക്ഷകളെക്കുറിച്ചാണ്. ഏതൊക്കെ ഫീൽഡിൽ നിന്ന് ഏതൊക്കെ പരീക്ഷയ്ക്ക് എഴുതാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എഴുതാൻ സാധിക്കുന്ന പരീക്ഷകൾ പ്രധാനപ്പെട്ടതാണ് നീറ്റ്. അപ്പം നമുക്ക് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ UG എക്സാം എഴുതാം. നേഴ്സിംഗിന് എൻട്രൻസുകളുണ്ട്. കീം എക്സാം എഴുതാം. അതൊക്കെയാണ് നമുക്ക് മെഡിക്കൽ ആൻഡ് അഗ്രികൾച്ചറൽ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്ന പരീക്ഷകൾ. ഇനി എൻജിനീയറിംഗ് അഡ്മിഷൻസിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു എക്സാം എന്ന് പറയുന്നത് JEE മെയിൻ എക്സാമാണ്. JEE മെയിൻ എക്സാം എഴുതുന്ന കുട്ടികളിൽ നിശ്ചിത എണ്ണം എടുത്ത ശേഷം പിന്നീട് നടത്തുന്ന പരീക്ഷയാണ് JEE അഡ്വാൻസ്ഡ്. JEE അഡ്വാൻസ്ഡിൽ പാസ്സാകുന്ന കുട്ടികളെയാണ് IIT NIT പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് നമുക്ക് എൻജിനീയർമാരായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുക. പിന്നെ ഇവിടെയും CUETയുടെ UG എക്സാം എഴുതാവുന്നതാണ്. കീമും എഴുതാം. പിന്നെ ക്യുസാറ്റിൻ്റെ CAT എന്ന് പറയുന്ന ഒരു എക്സാം ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുന്നത് UCEED, NID DAT, NIFT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, NATA, JEE. ഈ പരീക്ഷകളൊക്കെയാണ് ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുക. ശാസ്ത്രമോ അതുമായി ബന്ധപ്പെട്ട് ഗവേഷണം ചെയ്യുന്നതോ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളാണ് IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളുണ്ട്. IISER അവിടേക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളുണ്ട്. ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടേക്ക് പോകാനുള്ള പരീക്ഷകളുണ്ട്. നെസ്റ്റ് എക്സാം നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, CMI ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എക്സാം, പിന്നെ CUET UG. ഇത്രയും പരീക്ഷകൾ സയൻസും റിസർച്ചും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന പരീക്ഷകളാണ്. കറുത്ത കോട്ടിട്ട് വരുന്ന വക്കീൽമാരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വക്കീലാവാൻ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസാണ് CLAT കോമൺ ലോ അഡ്മിനിഷൻ ടെസ്റ്റ്. പിന്നെ CUET UGയുടെ എക്സാംസ് എഴുതാം. KLEE കേരള ഗവൺമെൻറ്റിൻ്റെ എക്സാം എഴുതാം. LSAT ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇതിലേക്കും എക്സാംസ് എഴുതുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ മിക്ക ജോലികളും എന്ന് പറയുന്നത് സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ആണ്. പക്ഷേ അല്ല, നിങ്ങൾ തേർഡ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, അതായത് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്കും എക്സാംസ് ഉണ്ട്. അതാണ് ICAI, ICSI, ICMAI, HSEE, CUET UG ആൻഡ് IIM. ഇതൊക്കെ ആർട്സ് ആൻഡ് കൊമേഴ്സുകാർക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള എക്സാംസ് ആണ്. പിന്നെ നിങ്ങൾക്ക് മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ആണ് അഡ്മിഷൻ വേണ്ടത്. ഫോർ എക്സാമ്പിൾ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പിന്നെ അതുപോലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനത്തെ അതിലേക്ക് എഴുതാനും നമുക്ക് എൻട്രൻസ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്ത്യയിൽ വരുന്ന പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റീവ് എക്സാംസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.